ബി.ജെ.പി ബന്ധത്തിന്റെ പേരിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് വാക്പോര് തുടരുന്നു. ബി.ജെ.പിയെ പുകഴ്ത്തി പറയാൻ ഇ.പി. ജയരാജനെ ചുമതലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ബി.ജെ.പി ജയിച്ചാൽ സന്തോഷിക്കുന്ന പാർട്ടിയായി സി.പി.ഐ.എം മാറിയെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. കാസർഗോഡ് യു.ഡി.എഫ് ബി.ജെ.പിയുമായി ഒത്തുകളിക്കുകയാണെന്ന് സി.പി.ഐ.എം ആരോപിച്ചു. സർവം ഒത്തുകളിയെന്ന് പരസ്പരമുള്ള ആരോപണം. ബി.ജെ.പി സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് ഇ.പി. പറഞ്ഞത് ആവർത്തിച്ചുന്നയിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിൽ മാത്രമുള്ള സി.പി.ഐ.എം ബി.ജെ.പിയെ താഴെയിറക്കുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പരിഹാസം. വിരലിലെണ്ണി തീർക്കാവുന്ന സ്ഥലത്തല്ലേ മത്സരിക്കുന്നുള്ളൂ. ബംഗാളിലൊക്കെ മത്സരിച്ചിട്ട് വല്ല കാര്യമുണ്ട്. 4ാമത്തെ 5ാമത്തെ സ്ഥാനത്താണ് മത്സരിച്ചിട്ട്. ആകെ എത്ര സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്. അത് ഇവരെയാണോ നരേന്ദ്രമോദി താഴെ ഇറക്കാൻ പോകുന്നത്? ചുമ്മാ വെറുതെ പറയാം. ഇ.പിയുടെ പ്രസ്താവനയിലൂടെ സി.പി.ഐ.എമ്മിന്റെ ഉദ്ദേശം വ്യക്തമായെന്ന് രമേശ് ചെന്നിത്തല. എൽ.ഡി.എഫ് കൺവീനർ ഇ.പി. ജയരാജന്റെ പ്രസ്താവന ലാഘവത്തോടെ കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ അതിനെപ്പറ്റി തള്ളി പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടില്ല. വടകരയിൽ സി.പി.ഐ.എം ബി.ജെ.പി പരസ്യധാരണയെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ആരോപിച്ചു. മോദിയെ വിമർശിക്കാൻ പിണറായി വിജയന് പേടിയാണെന്ന് കെ.സി. വേണുഗോപാൽ. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നുണ്ട്. ഞാൻ കേട്ടു ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെന്ന്. എന്താ മോഡിക്കെതിരെ പറയാത്തത്? ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി? കാസർഗോഡ് യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബി.ജെ.പിയുമായി നീക്കുപോക്കിന് ശ്രമിക്കുകയാണെന്ന് സി.പി.ഐ.എം ആക്ടിംഗ് ജില്ലാ സെക്രട്ടറിയും എം.എൽ.എയുമായ C.H. കുഞ്ഞമ്പു ആരോപിച്ചു. ചെറിയ തോതിലൊന്നും അഡ്ജസ്റ്റ്മെന്റ് ആയാലും ഒരു കാര്യമൊന്നുമില്ല. അല്ലാതെ ഉണ്ണിത്താനും ജയിപ്പിക്കാൻ വേണ്ടി ബി.ജെ.പി വല്ലാണ്ട് വേർക്കുമോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. ബി.ജെ.പിയുടെ ജനവിരുദ്ധ നയങ്ങളെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വെള്ളപൂശുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം.